പ്രാചീനങ്ങളായ പല നാടൻ കലകളും അപ്രത്യക്ഷമായ കൂട്ടത്തിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ചവിട്ടുനാടകം. മറ്റ് കലകൾ തനത് സംസ്കാരത്തിൽ നിന്നും ഉതിർന്നതാണെങ്കിൽ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ സമന്വയമാണ് ചവിട്ടുനാടകം. ഒരു കാലത്ത് ഇടവക പെരുന്നാളുകൾ, ക്രിസ്തുമസ്, ഈസ്റ്റർ എന്നീ വിശേഷങ്ങൾക്ക് പള്ളിയങ്കണത്തിലെ വിശാലമായ സദസ്സിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കല ഇന്ന് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു ചടങ്ങായി ശോഷിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ ദുർലഭം ചില ദേവാലയങ്ങളിൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് കേവലം 1 മണിക്കൂറിൽ ഒതുക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ടെന്ന് അറിയുന്നു. 42 രാവുകളോളം തുടർച്ചയായി അവതരിപ്പിച്ച് തീർക്കേണ്ട ഒരു കഥയെ കേവലം 1 മണിക്കൂറിനുള്ളിലേക്ക് ഒതുക്കിയാൽ അതിൻ്റെ മൂല്യം എത്ര തന്നെ ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടതാണ്. കഥകളി പോലെ തന്നെ ചവിട്ടുനാടകവും ഒരനുഷ്ഠാന കലയാണ്. രണ്ടിൻ്റെയും പിറവി കൂടിയാട്ടത്തിൽ നിന്നാണ്. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന പോർട്ടുഗീസ് മിഷനറിമാർ കൂടിയാട്ടം കണ്ടിട്ട് പാശ്ചാത്യ നൃത്തനാടകമായ ഒപ്പറയുമായി അതിനെ സമന്വയിപ്പിച്ച് പുതിയ കലാവിഷ്കാരത്തിന് രൂപം നൽകിയത്. പ്രാചീന സംസ്കൃത നാടകത്തിൻ്റെ മറ്റൊരു വശമാണ് കൂടിയാട്ടം. 42 പൂർണ്ണരചനികളോളം അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു കഥ പൂർത്തിയാവുകയുള്ളൂ. അത് മുഴുനീളം സംസ്കൃത ശ്ലോകങ്ങളാണ്. ഒരു വിദൂഷകൻ കഥയിലുണ്ടായിരിക്കും. ഈ വിദൂഷകൻ പ്രധാനപ്പെട്ട ഒരു റോളാണ് കൂടിയാട്ടത്തിൽ. കഥയെ നയിക്കുന്നത് ഈ വിദൂഷകനാണ്. കൂടിയാട്ടം തുടങ്ങുന്നതിന് മുമ്പ് വിദൂഷകൻ രംഗത്ത് വന്ന് അന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയെപ്പറ്റി സരസാത്മകമായ ശൈലിയിൽ ഒരു വർണ്ണന നടത്തുന്നു. പിന്നീട് ഓരോ അംഗം കഴിയുമ്പോഴും ഈ വിദൂഷകൻ രംഗത്ത് വന്ന് അടുത്ത ഭാഗത്തെക്കുറിച്ച് അതുപോലെ വർണ്ണിക്കുന്നു. കൂടിയാട്ടത്തിൽ ഈ വിദൂഷകനാണ് അരങ്ങിൽ വന്ന് കൂത്താടി കാണികളെ രസിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രാചീന കലയായ ഓട്ടംതുള്ളലിൻ്റെ ഉത്ഭവം ഈ ചാക്യാർകൂത്തിൽ നിന്നുമാണെന്ന് പ്രേക്ഷകർക്കേവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. കൂടിയാട്ടത്തിൽ നിന്നും ഉടലെടുത്ത മറ്റ് 2 കലാരൂപങ്ങളാണ് കൃഷ്ണനാട്ടവും രാമനാട്ടവും. രണ്ടും ഒരേ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ 2 അറ്റത്തിൽ നിന്നും തുടങ്ങിയതാണെന്ന പ്രത്യേകത കൂടി ഈ കലകൾക്കുണ്ട്. കോഴിക്കോട്ട് നിന്ന് കൃഷ്ണനാട്ടവും കൊട്ടാരക്കരയിൽ നിന്ന് രാമനാട്ടവുമാണ് ഉത്ഭവിച്ചത്. 2 നാട്ടുരാജാക്കന്മാരുടെ ഈഗോ ആണ് പുതിയ ഒരു കല ആവിർഭവിച്ചത്. കൃഷ്ണനാട്ടം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വകാര്യ കലാരൂപമായി മാറി. അവിടെ അത് ഒരു വഴിപാടായി കൗണ്ടറിൽ രേഖപ്പെടുത്തി ദിവസം തോറും ഓരോ വ്യക്തികളുടെ വകയായി നടത്തി വരുന്നു. രാമനാട്ടം വേറെ എങ്ങനെ നടത്തുന്നതായിട്ട് അറിവില്ല. കഥകളിയുടെ ഈ തോടയത്തിൽ ആടുന്ന രാസലീല കൃഷ്ണനാട്ടത്തിലെ രാധാകൃഷ്ണന്മാരാണ്. അതുപോലെ തെക്കൻ ശൈലി, ഇത് പറയുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് പറയാം, ഈ കഥകളിക്ക് 2 ശൈലിയുണ്ട്. തെക്കൻ
ശൈലി വടക്കൻ ശൈലി, അതിന് ചിട്ട എന്ന് പറയും, തെക്കൻ ചിട്ട വടക്കൻ ചിട്ട. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അവരുടെ അവതരണത്തിൽ. അപ്പോൾ ഈ തെക്കൻ രീതിയിൽ ഈ തോടയത്ത് രാമൻ്റെയും സീതയുടെയും കഥയും ഇവിടെ കൃഷ്ണൻ്റെയും രാധയുടെയും കഥയാണ് വയ്ക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദീകരിക്കുന്നില്ല. കൂടിയാട്ടത്തിൽ തുടങ്ങി കഥകളിയിലെത്തുമ്പോൾ അത് തികച്ചും പ്രാദേശികമായ ഒരു കലയായി മാറി. എങ്കിലും ശ്ലോകങ്ങൾക്ക് മാറ്റമില്ല. സംസ്കൃതത്തിന് പകരം തനി മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അനേകം കഥകളിയിലുണ്ട്, വന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന കലകളെല്ലാം പദ്യാത്മകമായ രീതിയിലാണ് അവതരിപ്പിച്ച് വരുന്നത്. ഗദ്യം മേമ്പൊടിക്ക് പോലും ഉണ്ടാകില്ല. അതിന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം, ഓട്ടംതുള്ളിലായാലും ചാക്യാർ കൂത്തിലായാലും കൂടിയാട്ടത്തിലായാലും കഥകളിയിലായാലും ചവിട്ടുനാടകത്തിലായാലും ഇന്ന് പദ്യത്തിൽ തന്നെയാണ് ഇതിൻ്റെ അവതരണങ്ങൾ. അത് ശരിക്ക് പറഞ്ഞാൽ ഒരു നൃത്തസംഗീത നാടകമാണ്. ശരിക്കും ഇതാണ് നൃത്തസംഗീത നാടകം. ഇന്ന് നൃത്തസംഗീത നാടകം എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസുകളിലും ഫ്ലെക്സുകളിലും നിറഞ്ഞു നിൽക്കും. എന്നാൽ ഈ അതുമായി യാതൊരുവിധ പുലബന്ധവുമില്ലാത്ത പരിപാടിയായിരിക്കും അരങ്ങിൽ നടക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താം. ഇന്ന് ബാലെ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ബാലയല്ല, അത് ശുദ്ധമായ ഗദ്യനാടകമാണ്. ബാലെ എന്ന പേരിൽ അവർ ഗദ്യനാടകമാണ് നടത്തുന്നത്. ബാലെ എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ ഈ രീതിയിൽ താളത്തിൻ്റെ ലയത്തിൽ ചുവടുകൾ വച്ച് കൈമുദ്രകളാലും ഭാവരസങ്ങളാലും അവതരിപ്പിക്കപ്പെടുന്ന സുന്ദരമായ ഒരു കലയാണ്. അതിനെയാണ് ഗദ്യത്തിൽ കൂട്ടിക്കുഴച്ച് ഇന്ന് ബാലെ എന്ന പേരിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇനിങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കണമുണ്ട്. ഞാനിതിനെ ദീർഘിപ്പിച്ച് പോകുന്നില്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഈ എപ്പിസോഡിൻ്റെ ബാക്കി പത്രം നമുക്ക് അടുത്തൊരു ദിവസം തുടരാം. ഇത് ചിലപ്പോൾ 2-3 എപ്പിസോഡുകൾ നീണ്ടു നിൽക്കും. എന്താണ് ചവിട്ടുനാടകം ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട ആരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് എന്താണ് യഥാർത്ഥത്തിൽ ചവിട്ടുനാടകം, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് ഞാൻ വർണ്ണിക്കാം. വളരെ രസകരമായിട്ടുള്ളൊരിതാണ്. നമ്മളത് കഴിയുന്നത്ര പ്രേക്ഷകരത് കേട്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികളും PSC ക്ലാസ്സുകൾക്ക് പോകുന്നവരൊക്കെ ഇത് കണ്ടാൽ വളരെ നന്നായിരിക്കും. ഇന്ന് അതിനെ പറ്റിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെ എവിടെയെങ്കിലും പഴയ ഗ്രന്ഥങ്ങൾ വല്ലതും തിരഞ്ഞാൽ, ഗ്രന്ഥപ്പുരകളിൽ തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്നല്ലാണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ TV-യിൽ യൂട്യൂബുകളിലൊക്കെ അല്പസ്വല്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉള്ള കഥയുടെ ഒരംശം എടുത്തിട്ട് എന്തെങ്കിലും കാട്ടി വിവരിക്കുകയാണ്. ഇത് യഥാർത്ഥമായിട്ട് എന്തായിരുന്നു ചവിട്ടുനാടകം എന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിയുന്നത്ര പ്രേക്ഷകരത് കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഈ പരിപാടിയെപ്പറ്റി മറ്റുള്ളവരൊന്ന് അറിയട്ടെ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നാമാവശേഷമായ ഒരു വിചിത്രമായൊരു കലയായിരുന്നു ഇത് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്തേ.